ഇന്ദ്രനീലം അവസാന ഭാഗം. രചന അലീന ജോൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടതാ. വഴക്ക് പറഞ്ഞ ഉപദേശമൊക്കെ ഇഷ്ടം കൊണ്ടായിരുന്നു. നിന്നെ ആരും ഒരു മോശമായിട്ടുള്ള രീതിയിൽ കാണുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരുന്നു. യാഥാസ്ഥിതികരായി ഇവിടെയുള്ളവർ നിന്റെ മോഡൽ രീതികൾ തെറ്റിദ്ധരിച്ച് നിന്നെക്കുറിച്ച് ഓരോന്നും പറയേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വർഷം ആലോചിച്ചിട്ടൊരു മറുപടി അറിയൂ. ഈ ആയില്യം പൂജയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി മറുപടി. നാളെ പൂജ കഴിഞ്ഞ് കാവൊഴിയുമ്പോൾ ഞാൻ കാവിൽ കാത്തിരിക്കും. വർഷക്കായി എന്നെ ഇഷ്ടമാണെങ്കിൽ വർഷയോടെ വരണം. ആരോ തങ്ങൾ വീക്ഷിക്കുന്ന പോലെ തോന്നിയപ്പോൾ വർഷ തിരിഞ്ഞു നോക്കി. എന്നാൽ ആരെയും കണ്ടില്ല. എന്തുപറ്റി വർഷ? ഇവിടെ ആരോ ഉണ്ട്. അനിരുദ്ധിയുടെ നാടുകളിലൂടെ നടന്നു നോക്കിയ ശേഷം തിരിച്ചു വന്നിട്ട് വർഷയോട് പറഞ്ഞു, അവിടെയെങ്കിലും ആരുമില്ലടി, നിനക്ക് തോന്നിയതാവും. ഇല്ല, ആരും ഉണ്ടായിരുന്നു. പേടിയുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട, നീ പോയി കിടന്നുറങ്ങിക്കോ. നാളെ വെളുപ്പിനെ എഴുന്നേൽക്കണ്ടല്ലേ? ഓക്കെ. വർഷ അനിരുദ്ധിനോട് യാത്ര പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. അനിരുദ്ധ് പറഞ്ഞ പോലെ അനിരുദ്ധിനെ കാണാതിരിക്കാൻ തനിക്കിപ്പോൾ സാധിക്കുന്നില്ല. താനും അനിരുദ്ധിനെ ഇഷ്ടപ്പെടുന്നു, എന്നാൽ തൻ്റെ ഉള്ളിൽ ഭയമാണ്. എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്ന പോലെ തോന്നുന്നു. അന്ന് കണ്ട സ്വപ്നം സത്യമാവുമോ? അനിരുദ്ധിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? ഇല്ലെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടം. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കിടന്ന വർഷ സ്വപ്നങ്ങൾ ഏതുമില്ലാത്ത ഗാഠനിദ്രയിലാണ്ടു. 4:30 വെളുപ്പിന് അച്ചമ്മ വർഷയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അച്ചമ്മയോടൊപ്പം വർഷ കുളപ്പുരയിലെത്തി. അച്ചമ്മ വർഷയുടെ ശരീരത്തിൽ മഞ്ഞളും തലമുടിയിൽ കാച്ചിയ എണ്ണയും തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് വർഷയോട് കുളത്തിൽ 3 വട്ടം മുങ്ങിയിട്ട് ഇന്നലെ പഠിപ്പിച്ചു കൊടുത്ത മന്ത്രങ്ങൾ ഉച്ചരിച്ച ശേഷം ഈറൻ മാറിയിട്ട് അച്ചമ്മയുടെ മുറിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. വർഷക്കുളത്തിലേക്ക് ഇറങ്ങി 3 വട്ടം ജലത്തിലേക്ക് മുങ്ങിയ ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് മന്ത്രോച്ചാരണം നടത്തി. മന്ത്രോച്ചാരണത്തിന് ശേഷം കണ്ണുകൾ തുറന്നു വർഷ കണ്ടത് കൈകൾ കൂപ്പി ചിരി തൂവി നിൽക്കുന്ന അനിരുദ്ധിനെയാണ്. അനിരുദ്ധിനെ കണ്ട് വർഷ അന്താളിച്ചു. ഏയ്, സ്ത്രീകളുടെ കുളപ്പടയിൽ പുരുഷന്മാർക്ക് എന്താ കാര്യം? ആഹാ, പുരുഷന്മാരുടെ കുളപ്പടയിൽ സ്ത്രീകൾക്ക് വരാമെങ്കിലേ സ്ത്രീകളുടെ കുളപ്പടയിൽ പുരുഷന്മാർക്കും വരാം. ഓഹോ, ഞാൻ അബദ്ധത്തിൽ വന്നല്ലേ? ഞാൻ മനഃപൂർവ്വം വന്നതാ. എന്താ ഉദ്ദേശം? ഏയ് ചുമ്മാ ഈ മഞ്ഞൾ നീരാട്ടൊക്കെ ഒന്ന് കണ്ടിരിക്കാന്ന് കരുതി. ഇപ്പൊ ശരിക്കൊരു തമ്പുരാട്ടി കുട്ടിയായി. ഓ, അങ്ങനെ ഇപ്പൊ കാണണ്ട. ഫ്ലൈറ്റ് ചെയ്യാതെ പോകാൻ നോക്കിക്കേ. ആരെങ്കിലും എന്നെ അന്വേഷിച്ചതിന് മുമ്പ്. ശരി, നമ്മൾ പോയേക്കാമേ. അവ പറഞ്ഞവർക്കണ്ട, പൂജ കഴിഞ്ഞ് സർപ്പകാവിൽ ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞ് അനിരുദ്ധ അപ്പുറത്തെ കടവിലേക്ക് നീന്തിപ്പോയി. അനിരുദ്ധ പോകുന്ന നോക്കി വർഷം നിന്നു. കുളക്കടവിൽ നിന്ന് കുളിച്ചു കയറി തലതോർത്തിക്കൊണ്ട് ഇല്ലത്തേക്ക് നടന്ന തന്നെ കോപത്തോടെ വീക്ഷിക്കുന്ന മിഴികൾ അനിരുദ്ധ കണ്ടില്ലായിരുന്നു. ഈറം മാറിയ ശേഷം വർഷ അച്ചമ്മയുടെ മുറിയിലെത്തി. അച്ചമ്മ വർഷയ്ക്ക് മുണ്ടുനീരി തുടിപ്പിച്ചു കൊടുത്തു. കുട്ടിയെ, ഇതൊക്കെ തലമുറകളായിട്ട് കൈമാറി വന്ന ആഭരണങ്ങളാ. ഇനി ഇതിന്റെ ഒക്കെ അവകാശി കുട്ടിയാ. ആ മാടപ്പെട്ടി തുറന്ന ആഭരണങ്ങൾ എടുത്ത് വർഷ അണിയിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞു. ഇപ്പൊ കുട്ടിയെ കാണാൻ നല്ല ചേലായിരിക്കണു, അച്ചമ്മ പറഞ്ഞു. ഇല്ലത്തുള്ളവരുടെ അകമ്പടിയോടെ കൊട്ടും കുരവയുമായി വർഷ സർപ്പക്കാവിലേക്ക് പ്രവേശിച്ചു. സർപ്പക്കാവിലേക്ക് നടന്നു വരുന്ന വർഷയെ കണ്ട് അനിരുദ്ധ് കണ്ണിമയ്ക്കാതെ നിന്നുപോയി. കണ്ണുകൾ കൊണ്ട് അനിരുദ്ധ് വർഷയോട് മനോഹരമായിരിക്കുന്നുവെന്ന് പറഞ്ഞു. അത് കണ്ട് വർഷ ചെറു പുൻചിരിയുമായി നിന്നു. നാഗത്തറക്ക് മുന്നിലുള്ള ദീപം വർഷ തെളിയിച്ചു. സർപ്പക്കാവിന് മുമ്പിൽ മണിപ്പന്തൽ ഒരുങ്ങി. കുരുത്തോലകളും വിവിധ ഇനകളും കൊണ്ട് അലങ്കരിച്ച മണിപ്പന്തലിന്റെ 4 വശത്തും തൂക്കുവിളക്ക് വിളച്ച ശേഷം മണിപ്പന്തലിന് താഴെ കളമെഴുത്ത് ആരംഭിച്ചു. പഞ്ചവർണ്ണങ്ങളാൽ സർപ്പക്കളം തീർക്കുന്ന ഇല്ലത്തെ പുതുതലമുറയിലെ കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. പുള്ളവ ദമ്പതികൾ പുള്ളോർക്കുടം, ഇലത്താളം തുടങ്ങിയ വാദ്യമേളാദികളുടെ അകമ്പടിയോടെ സർപ്പം പാട്ടുപാടി നാഗദേവതയെ സ്തുതിച്ചു. പുള്ളവൻ പാട്ടിന്റെ താളത്തിനൊത്ത് പെൺകുട്ടികൾ കളത്തിൽ ഉറഞ്ഞാടി. അങ്ങനെ ആയില്യം പൂജയും സർപ്പം പാട്ടും സർപ്പം തുള്ളലും 100ഉം പാലും നീതിക്കലുമൊക്കെ വർഷയുടെ സാന്നിധ്യത്തിൽ ഭട്ടതിരുപാറിന്റെ കാർമ്മികത്വത്തിൽ യഥാക്രമം ഭംഗിയായി നടന്നു. സന്ധ്യമയങ്ങി രചനയുടനോടെ ആയില്യം പൂജ കഴിഞ്ഞ് കാവൊഴിഞ്ഞു. അനിരുദ്ധ് കാവിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ കാവിൽ ആരും കാണില്ല. കാവിലേക്ക് പോകാൻ നേരമായി. പൂമുഖപ്പടിയിലൂടെ പോവേണ്ട. പടിഞ്ഞാറ്റിന് കോലായുടെ അരികിലുള്ള ചെറിയ വാതിലൂടെ ഇല്ലത്തിന് പുറത്തേക്ക് കടക്കാം. അതാകുമ്പോൾ ആരും കാണില്ല, വർഷ ചിന്തിച്ചു. ഇരുൾ വീണ തൊടിയിലൂടെ വർഷ പതിയെ കാവിലേക്ക് നടന്നു. മരങ്ങൾക്കിടയിലൂടെ പൂനിലാ വെളിച്ചം കാവിലേക്ക് അരിച്ചിറങ്ങി വർഷയ്ക്ക് വഴി കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. വർഷ സർപ്പക്കാവിലെത്തി. സർപ്പം തുള്ളലിന്റെ ശേഷിപ്പുകളായ പഞ്ചവർണ്ണങ്ങൾ മണ്ണിലും മഞ്ഞളിന്റെ ഗന്ധ അന്തരീക്ഷത്തിലും അവശേഷിച്ചു. വർഷ അനിരുദ്ധിനായി കാവിന് ചുറ്റും കണ്ണോടിച്ചു. അനിരുദ്ധിനെ കാണാതെ വർഷയാകെ പരിഭ്രമിച്ചു. അനിരുദ്ധ് പിന്നിൽ നിന്ന് വന്ന് വർഷയുടെ തോളിൽ പിടിച്ചു. വർഷ പേടിച്ച് തിരിഞ്ഞു നോക്കി. പേടിപ്പിച്ചളഞ്ഞല്ലോ, അനിരുദ്ധിനെ കണ്ട് വർഷ പറഞ്ഞു. അപ്പൊ എന്നെ ഇഷ്ടമാണ് അല്ലേ? എന്തു തോന്നുന്നു? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. നിന്റെ കണ്ണുകളിൽ ഞാൻ പ്രണയം കണ്ടിട്ടുണ്ട്. കണ്ണുകൾ മനസ്സിന്റെ ഉള്ളറകളിലേക്കുള്ള വഴികാട്ടിയാണല്ലോ. പ്രണയം തുളുമ്പുന്ന മിഴികളോട് അനിരുദ്ധ് പറഞ്ഞു. പിന്നെ എന്തിനായിരുന്നു ചോദ്യം? ഒന്ന് ഉറപ്പുവരുത്താൻ. അവ സമ്മതല്ലേ? അതെ. വർഷയുടെ മുഖം അനിരുദ്ധ് തന്റെ കൈകൾ കോരിയെടുത്തു. ഇരുവരുടെയും മുഖങ്ങൾ തമ്മിലുള്ള അഗ്രാന നിമിഷം കുറഞ്ഞു വന്നു. തന്റെ അത്തരങ്ങൾ വർഷയുടെ അത്തരങ്ങളോട് ചേർക്കും മുമ്പ് പിന്നിൽ ആരുടെയോ കാൽ പെരുമാറ്റം കേട്ട് അനിരുദ്ധ് വർഷയുടെ കവിളിൽ നിന്ന് തന്റെ കൈകളെടുത്ത് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തനിക്ക് നേരെ ഉയർന്നു വന്ന വാളായിരുന്നു അനിരുദ്ധ് കണ്ടത്. അനിരുദ്ധ് വർഷയും പിടിച്ച് ഒഴിഞ്ഞു മാറിയതിനാൽ തലനാരിക്ക് വെട്ടേൽക്കാതെ രക്ഷപ്പെട്ടു.
വീണ്ടും ആ വാൾ തനിക്ക് നേരെ ഉയരും മുമ്പ് വാൾ ഉയർത്തിയ കൈകളെ അനിരുദ്ധ് കടന്നു പിടിച്ചു. വാളേന്തിയ കൈകളുടെ ഉടമയുടെ മുഖം നിലാവിളിച്ചതിൽ തെളിഞ്ഞു. ആ മുഖം കണ്ട് അനിരുദ്ധും വർഷയും ഒരുപോലെ ഞെട്ടി. സിദ്ധുവേട്ടൻ? അനിരുദ്ധും വർഷയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അതെ, ഞാൻ തന്നെ, സിദ്ധാർത്ഥ് പറഞ്ഞു. സ്തംഭിച്ചെന്ന അനിരുദ്ധിനെ കഴുത്തിന് പിടിച്ച് സിദ്ധാർത്ഥ് ശക്തമായി തള്ളി. അനിരുദ്ധ് നാഗത്തറയിൽ തലയിടിച്ച് വീണ് ബോധം കിട്ടു. അനിരുദ്ധിന്റെ ബോധം പറഞ്ഞു കണ്ട് സിദ്ധാർത്ഥ് വർഷയുടെ നേരെ ക്രൂരമായ ചിരിയോടെ തിരിഞ്ഞു. സിദ്ധുവേട്ട എന്താ ഇങ്ങനെയൊക്കെ? അനിരുദ്ധിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിടെ വർഷ ചോദിച്ചു. നീ വരും മുമ്പ് ഇല്ലാത്ത കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഏക അവകാശി ഈ ഞാനായിരുന്നു. എവിടെ നിന്നോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കള് തട്ടിയെടുക്കാന്ന് കരുതിയോ നീ? എനിക്ക് സ്വത്തൊന്നും വേണ്ട. ഇല്ലത്തിന് ശാമോക്ഷം ലഭിക്കാൻ വേണ്ടിയാ ആയില്യം പൂച്ച നടത്താൻ ഞാൻ സഹകരിച്ച്. ഞാൻ ഉടനെ മുമ്പേക്ക് തിരിച്ചു പോകും. ഇല്ലത്തിന് ശാപമോക്ഷം ലഭിച്ചാ ഞങ്ങളുടെ പരമ്പര തന്നെ ഇല്ലാതെയാവും. സിദ്ധുവേട്ട എന്താ പറഞ്ഞു വരുന്നത്? നീ അനിരുദ്ധും ഇവിടെ ഈ കാവിൽ അവസാനിക്കണം. പാർവതിയെയും ശിവപ്രസാദിനെയും പോലെ അടുത്ത തലമുറയ്ക്ക് ഏറ്റുപാടാൻ മറ്റൊരു ദുരന്ത പ്രണയകഥ കൂടി ഉണ്ടാവട്ടെ. ഇത്തവണ ന്യൂ ജനറേഷൻ പിള്ളേരുടെ വട്ട് കാരണം മരണം സംഭവിച്ചെന്ന് ലോകം അറിയൂ. മുത്തച്ഛനിൽ നിന്ന് അച്ഛമ്മയിൽ നിന്നും കേട്ടറിഞ്ഞ പഴങ്കഥകൾ സത്യാണോ എന്നറിയാൻ വേണ്ടി നിരീശ്വരവാദികളായ അച്ഛന്റെ പരിഷ്കാരിയായ മകൾ വർഷ സ്വതവേ ധിക്കാരിയായ അനിരുദ്ധിനെ കൂട്ടുപിടിച്ച് നാഗമാണിക്യം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെ സർപ്പകോപത്താൽ മരണമടഞ്ഞു. ഇതാണ് നാളത്തെ പ്രഭാതത്തെ വരവേൽക്കാൻ പോകുന്ന ഹോട്ട് ന്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ കഴുത്തിൽ പിടിക്കാനായി സിദ്ധാർത്ഥ് ആഞ്ഞു. പെട്ടെന്ന് ഒരു സീൽക്കാര ശബ്ദം ഉയർന്നു. കൂടെ സിദ്ധാർത്ഥിന്റെ അലർച്ചയും. വർഷ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. സിദ്ധാർത്ഥിന്റെ കാലിൽ ആഞ്ഞു കുത്തിയ ശേഷം ഫണമുയർത്തി പിടിച്ചു നിൽക്കുന്ന കരിനാഗം വർഷയുടെ കൺമുമ്പിൽ കിടന്ന് സിദ്ധാർത്ഥ് പിടഞ്ഞു. പെട്ടെന്ന് ഇരുളിൽ നിന്ന് മറ്റൊരാൾ കടന്നു വന്നു. ശങ്കരമാമ? മുത്തശ്ശനെ കണ്ട് വർഷ അറിയാതെ സ്വയം മന്ത്രിച്ചു. നിലത്ത് കിടന്ന് പിടയുന്ന സിദ്ധാർത്ഥിന്റെ തലയെടുത്ത് തന്നെ മടിയിൽ വെച്ച ശേഷം ശങ്കരമുത്തച്ഛൻ പറഞ്ഞു. മോനെ സിദ്ധു. അച്ഛച്ച എന്ന് വിളിച്ചുകൊണ്ട് ശങ്കരമുത്തച്ഛനെ മുഖത്തേക്ക് ഒരു വട്ടം നോക്കിയിട്ട് സിദ്ധാർത്ഥ അന്ത്യശ്വാസം വലിച്ചു. തന്റെ പേരക്കുട്ടി പടഞ്ഞു മരിക്കുന്നത് നോക്കി ദുഃഖത്തോടെ നിൽക്കാനായി ശങ്കരമുത്തച്ഛന് കഴിഞ്ഞുള്ളൂ. സിദ്ധാർത്ഥിന്റെ മൃതദേഹം നിലത്ത് വെച്ചിട്ട് ശങ്കരമുത്തച്ഛൻ എഴുന്നേറ്റു. വർഷയുടെ അടുത്തേക്ക് നടന്നു. ആ കണ്ണുകളിലെ പക കണ്ട് വർഷ ഭയപ്പെട്ടു. എന്റെ കുട്ടിയുടെ ചാവെടുത്തിട്ട് ഇവിടെ വാഴാന്ന് നിരീക്ഷോ നീ? ശങ്കരമുത്തച്ഛ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സിദ്ധുവിനെ ഞങ്ങൾ ഉപദ്രവിച്ച്. നിന്നെയും ആനിക്കൂട്ടനെയും തീർക്കാൻ സിദ്ധുവിനെ ഏൽപ്പിച്ച ഈ ഞാനാ. ഈ ഇല്ലത്തിനല്ല സർപ്പശാപം എന്റെ പരമ്പരക്കാ കിട്ടിയത്. അപ്പൊ ശിവപ്രസാദിനെ എന്റെ അമ്മയെ കൊന്നൊക്കെ? ആ, ഞാൻ തന്നെയാ. എന്തിനായിരുന്നു ഇത്രയും ക്രൂരത? എനിക്ക് വേളി കഴിക്കാൻ പറഞ്ഞു വെച്ച പാർവതിയെ ദത്തേട്ടൻ ഇഷ്ടാണെന്ന് അറിയിച്ചതും ഇല്ലത്തെല്ലാവർക്കും സന്തോഷം. ചെറുപ്പം മുതലേ പറഞ്ഞു മോഹിപ്പിച്ചെന്റെ മനസ്സ് നീറിയതാരും കണ്ടില്ല. എന്നാ പാർവതിക്ക് ഇഷ്ട ശിവപ്രസാദനെയാണെന്ന് അറിഞ്ഞപ്പോ മറ്റൊരുത്തന് വിട്ടുകൊടുക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ആയില്യം പൂജ കഴിഞ്ഞ് ഒളിച്ചോടി പോവാൻ പാർവതിയും ശിവപ്രസാദനും കൂടി പദ്ധതിയിട്ടത് ഞാൻ അറിഞ്ഞിരുന്നു. നാഗമാണിക്യം ദർശിച്ച് എക്കാലം ഒരുമിച്ച് ജീവിക്കാനുള്ള വരം വാങ്ങിക്കാനാണ് രണ്ടാളുടെയും ഉദ്ദേശം എന്ന് മനസ്സിലായപ്പോ ഞാൻ അവരുടെ പിന്നാലെ കാവിലെത്തി. നാഗമാണിക്യ ദർശനത്തിന് ഭംഗം വരുത്തി ഓടാനാടി കരിനാഗം പാർവതിയുടെ സംരക്ഷണത്തിനായി പ്രത്യക്ഷപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം എനിക്ക് കരിനാഗത്തെ ഹിംസിക്കേണ്ടി വന്നു. അതിനുശേഷം ഞാൻ അയ്യപ്പൻ ശിവപ്രസാദനെ കൊന്ന് അമ്പലക്കുളത്തിൽ കെട്ടിത്താഴ്ത്തി. എന്നാ പാർവതി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പാർവതി ജീവനെടുക്കുമെന്ന് ഞാനൊരിക്കലും നിരീക്ഷിച്ചില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഹിംസിച്ച കരിനാഗത്തിന്റെ ഇണ എന്നെ വിടാതെ പിന്തുടരുക. അതിന്റെ ഇണയെ നഷ്ടപ്പെട്ടതിന്റെ പകപോക്ക. ദത്തേട്ടൻ പാർവതി മരിച്ച ദുഃഖത്തിൽ പൂജയും കർമ്മവും ഇല്ലത്തിന്റെ കാര്യങ്ങൾ നോക്കി നിത്യബ്രഹ്മചാരിയായി കഴിഞ്ഞു. എന്നാ സർപ്പശാപത്താൽ എനിക്ക് എന്റെ സഹധർമ്മിണിയെ നഷ്ടമായി. പിന്നീട് സിദ്ധാർത്ഥിന് അവന്റെ അമ്മയെ നഷ്ടമായി. സർപ്പശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ അഥർവവേദം സ്വായത്തമാക്കി ഇത്രയും കാലം സ്വന്തം ജീവ രക്ഷിച്ചു. എന്റെ അമ്മയെ കൊന്ന എന്തിനാ? വർഷയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ലത്ത് വീണ്ടും ഒരു ആയില്യംകാരി പറഞ്ഞ ആ പെൺകുട്ടി ഇല്ലത്തെ പുരുഷന്മാരിൽ ഒരാളായിട്ട് ഇഷ്ടത്തിലായ എന്നെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഉപാസനാമൂർത്തികൾക്ക് ശക്തിക്ഷയുണ്ടാവുന്ന പഴയ വട്ടതിരിപ്പാട് പറഞ്ഞത്. ആയില്യംകാരികൾ പിറക്കാതിരിക്കാൻ ഇല്ലത്തേക്ക് വേളിയഴിച്ചുകൊണ്ടുവരുന്ന സ്ത്രീകളെ ഞാൻ കൊന്നു. ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവാണ്ടിരിക്കാൻ നിന്റെ അമ്മയെയും നിന്നെയും കൊല്ലാൻ വയറ്റാട്ടിയ ചട്ടം കെട്ടി നിന്നെ കൊല്ലാൻ ശ്രമിച്ച വയറ്റാട്ടി വിഷം തീണ്ടി മരിച്ചു. എന്റെ കണക്കുകൂട്ടലുകൾ പഴച്ചത് നിന്നെയും കൊണ്ട് ശേഖരൻ നാടുവിട്ടപ്പോഴാ. നീയും ശേഖരനും മരിച്ചു എന്ന് കരുതി കരിനാഗം സംരക്ഷിക്കുമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. എന്റെ നക്ഷത്രം പോവുകയാണെന്ന് കരുതി ആശ്വസിച്ചല്ലേ? ആ, അങ്ങനെയാ കരുതിയേ. അവിടെയും തെറ്റി. നീ ഇപ്പൊ ഇവിടെ നിൽക്കണു ശാപായിട്ട്.
നീ മരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് നീ ഇനി വേണ്ട, ഇവിടെ ഒടുങ്ങണയെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരമുത്തശ്ശൻ ചിത്രപ്പണികളുള്ള ഒരു കത്തിയെടുത്ത് വർഷയുടെ നേരെ ഉയർത്തി. പെട്ടെന്ന് ശങ്കരമുത്തശ്ശന്റെ കാലിൽ എന്തോ കടിച്ചു. ശങ്കരമുത്തശ്ശൻ താഴേക്ക് നോക്കിയപ്പോൾ ഫണം വെള്ളത്തിൽ നിൽക്കുന്ന കരിനാഗത്തെ കണ്ടു. മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് കത്തി ഊർന്നു വീണു. അധികം വൈകാതെ മുത്തശ്ശന്റെ ശരീരം നീലിച്ചു. വായിൽ നിന്ന് നുരയും പതയും വന്നു. മുത്തച്ഛൻ അന്ത്യശ്വാസം വലിച്ചു. കരിനാഗവും വർഷയും പകയോടെ ആ കാഴ്ച കണ്ട് നിന്നു. പകയടങ്ങിയ കരിനാഗം ഇഴഞ്ഞു പൊത്തിലേക്ക് കയറി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശങ്കരമുത്തച്ഛന്റെയും സിദ്ധാർത്ഥിന്റെയും മരണമുണ്ടാക്കിയ കോലാഹലങ്ങൾ കെട്ടടങ്ങിയതിനു ശേഷമുള്ള പുലരിക്കലില്ല. വർഷയുടെ അച്ഛനും അനിരുദ്ധന്റെ അച്ഛനും വർഷയുടെയും അനിരുദ്ധിന്റെയും വിവാഹം ഒരു വർഷത്തിന് ശേഷം നടത്താമെന്ന് തീരുമാനിച്ചു. അവരവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകും മുമ്പ് പ്രണയത്തിനും പ്രതികാരത്തിനും മരണത്തിനും മൂകസാക്ഷിയായി നിന്നിട്ടുള്ള സർപ്പക്കാവിൽ വർഷയും അനിരുദ്ധം ഒരിക്കൽ കൂടി എത്തി. ആകാശത്തിന്റെ വടക്കേ കോണിൽ അസ്തമയ സൂര്യൻ എരിഞ്ഞുകൊണ്ടിരുന്നു. ആഴ്ത്തറയിൽ ഇരുന്നുകൊണ്ട് അനിരുദ്ധന്റെ കയ്യിൽ പിടിച്ച് വർഷ ചോദിച്ചു, എന്നാലും ശങ്കരമുത്തശ്ശൻ ഇങ്ങനെ ചെയ്യുന്ന വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചില മനുഷ്യരുടെ സ്വാർത്ഥനാണ് വർഷ. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെയും മൃഗങ്ങളെയും നിഷ്കരണം കൊന്നുകൊള്ളും. കാടും മേടും സർപ്പക്കാവ് ഒരു ദാക്ഷിണ്യമില്ലാതെ നശിപ്പിക്കും. ചിലപ്പോൾ അത് പണത്തിന് വേണ്ടിയാവാം, ചിലപ്പോൾ അധികാരത്തിന് വേണ്ടിയാവും, ചിലപ്പോൾ ശങ്കരമുത്തശ്ശനെ പോലെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനാവാം, അല്ലെങ്കിൽ സിദ്ധുവേണ്ണ പോലെ സ്വത്തുക്കൾ കൈവിട്ട് പോവാതിരിക്കാനുമാവാം. പ്രകൃതിയെയും നിഷ്കളങ്കരായ മനുഷ്യരെയും ദ്രോഹിച്ച ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ശിക്ഷ ലഭിക്കും. അവരിരുവർക്കും അത് ലഭിച്ചു. നമുക്ക് നാഗമാണിക്യം കാണാൻ പറ്റുമോ? എനിക്കറിയില്ല. ഞാൻ സർപ്പപ്രീതിയുള്ള പെൺകുട്ടിയല്ലേ, എനിക്ക് കാണാൻ പറ്റുമെന്നുള്ള മുത്തശ്ശൻ പറഞ്ഞ് നാഗമാണിക്യം കണ്ടിട്ട് പ്രാർത്ഥിച്ച ആഗ്രഹങ്ങൾ സാധിക്കുന്ന മുത്തശ്ശൻ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ചാലോ? ശരി. വർഷയെ അനിരുദ്ധം നാഗത്തിറക്കുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. താനും അനിരുദ്ധം ഇന്നും സന്തോഷമായിട്ട് കഴിയണേ. എന്നിട്ട് നാഗപുറ്റിനുള്ളിലേക്ക് നോക്കി. എന്നാൽ അവിടെ അന്ധകാരം കുമിഞ്ഞുകൂടി കിടക്കുന്നല്ലാതെ മറ്റൊന്നും ഇരുവർക്കും കാണാൻ സാധിച്ചില്ല. വർഷ നിരാശയോടെ അനിരുദ്ധനെ നോക്കി. സാറില്ല, നാഗദൈവങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിട്ടാണ്. നീ വാ, നമുക്ക് ഇല്ലത്തേക്ക് പോവാം. തങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുമെന്ന പ്രതീക്ഷയോടെ കൈകൾ കോർത്തി പിടിച്ചുകൊണ്ട് ഇല്ലത്തേക്ക് വർഷയാനിരുദ്ധം നടന്നു. സർപ്പക്കാവിൽ നിന്നൊരു സീൽക്കാര ശബ്ദം ഉയർന്നു. ആൽമരക്കൊമ്പിലിരുന്ന് കരിനാഗം പ്രകാശരശ്മികൾ പുറപ്പെടുവിക്കുന്ന ഒരു കൊച്ചുകല്ല് ശിരസിലണിഞ്ഞുകൊണ്ട് ഇല്ലത്തേക്ക് നടന്നു പോകുന്ന വർഷയ്ക്കാനിരുദ്ധിനും അനുഗ്രഹം ചൊരിയുന്നുണ്ടായിരുന്നു. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.